RMP നേതാവ് KS ഹരിഹരന്റെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. വൈകിട്ട് 8:15-നാണ് സംഭവം. ചുറ്റുമതിലിൽ തട്ടി പൊട്ടിയതിനാൽ അപകടം ഒഴിവായി. വൈകിട്ട് മുതൽ ഒരു സംഘം വീടിന് പരിസരത്ത് റോന്ത് ചുറ്റിയതായി ഹരിഹരൻ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ CPIM എന്ന് KK രമ ആരോപിച്ചു. ഒരു കാറ് ചെറുപ്പക്കാർ വന്നിട്ട് വീടിന് മുമ്പ് ബഹളം ഉണ്ടാക്കി ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പടം എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു വണ്ടി എടുത്ത് പോയി. അതൊരു ചുവന്ന ഹ്യുണ്ടായി കാറാണ്, വടകര രജിസ്ട്രേഷനുള്ള കാറാണ്. ഇനി വേറെ കണ്ടിട്ട് കൈമാറിയുണ്ടോ അറിയില്ല. പിന്നെ ഒരു 8:30 ആയപ്പോഴാണ് ഒരു ബുള്ളറ്റിൽ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ബോംബ് എറിഞ്ഞിട്ട് പോയത്. ഗേറ്റിൻ്റെ അവിടെ മതിലിന് തട്ടി, മതിൽ ഒരു വിള്ളൽ വന്നു, മുറ്റത്തേക്കൊന്നും വന്നില്ല. നമ്മളെ ശബ്ദം കേട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. പിന്നെ പോലീസ് വന്നിട്ടുണ്ട്, അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. CPM കാരായിരിക്കും, വേറെ നമ്മളോട് അങ്ങനെ വേറെ ആർക്കും കൊണ്ട് ചത്തതൊന്നുമില്ല. മുറ്റം മുതൽക്ക് തന്നെ ഈ ഒരു പ്രശ്നം, ഒരു കാറ് അജ്ഞാതരായ കുറെ ആളുകൾ അവിടെ റോന്ത് ചുറ്റുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പം തന്നെ മലപ്പുറം SP ഈ വിവരം അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ വൈകുന്നേരം ഗേറ്റിന്റെ മുന്നിൽ വന്ന് തെറി വിളിക്കുന്ന സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ ഭീഷണിയായിട്ട് നേരത്തെ പോവുകയായിരുന്നു. വേറെ ആരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ P. മോഹൻ പത്രസമ്മേളനം നടത്തി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഒരു ബോംബ് ഹരിഹരന്റെ വീടിന് എറിയേണ്ടത്? അതൊരു ആവശ്യവുമില്ലല്ലോ. ഈ തരത്തിലേക്ക് പോകുന്നത് അത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, വടകരയിലെ പ്രസംഗം, ആ അധിക്ഷേപകരമായ പ്രസംഗത്തിന് തുടർന്നുണ്ടാകുക വാക്പോരൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു പ്രത്യക്ഷ ആക്രമണത്തിലേക്ക് പോകുന്നു എന്നാണോ? ഇത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ടോ? നിലവിൽ തെഞ്ഞിപ്പലം പോലീസ് ഹരിഹരന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ പോലീസ് നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരാണെന്നുള്ള കാര്യത്തിൽ പോലീസിനും നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരം 8:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ഇരുചക്ര വാഹനത്തിൽ എത്തിയ ഒരു സംഘം വീടിന് നേരെ ബോംബ് എറിയുകയായിരുന്നു എന്നുള്ളതാണ് ഹരിഹരൻ പറയുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഈ മതിലിന് നേരിയ വിള്ളൽ സംഭവിച്ച് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ ഹരിഹരൻ ഓടി എത്തിയെങ്കിലും ഈ സംഘം ഉടൻ തന്നെ സ്ഥലം വിടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഈ ഒരു കാറിൽ 4 അംഗ സംഘം ഇവിടെ എത്തി ഈ ഹരിഹരന്റെ ഇവിടെ മുമ്പിലെത്തി ബഹളം വെച്ചിരുന്നു എന്ന് ഹരിഹരൻ പറയുന്നു. അപ്പോൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വൈകുന്നേരത്തോടു കൂടി ഈ ബോംബേർ ഉണ്ടാവുകയും പിന്നീട് പോലീസിന് വിവരം അറിയിച്ച് പോലീസ് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ CPM ആണ് എന്നുള്ള ആരോപണമാണ് RMP ഒപ്പം തന്നെ ഹരിഹരനും ഉന്നയിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് മോഹനൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ ഇത് ഇവിടം കൊണ്ട് തീരില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്തരം അക്രമമാണ് എന്നുള്ളതാണ് ഹരിഹരൻ RMP വ്യക്തമാക്കുന്നത്. ശരി, വടകരയിൽ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ തുടർന്ന് വലിയ പ്രതിഷേധം KS ഹരിഹരനെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീഷണിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണവും സാധ്യതയും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചുവെന്നാണ് RMP നേതൃത്വം ആരോപിക്കുന്നത്. CPM എന്നാണ് ഈ വീടിന് നേരെ ഉണ്ടായ ബോംബേർ, സ്ഫോടക വസ്തു വീടിന് നേരെ എറിഞ്ഞു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ CPM എന്നതാണ് ഇപ്പോൾ RMP നേതാക്കളുടെ ആക്ഷേപം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.